നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി കുറഞ്ഞ വിലയിൽ ഓട്ടോമാറ്റിക്കിന്റെ സൗകര്യം നൽകാനായിട്ടാണ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അതായത് AGS വേരിയന്റുകൾ പുറത്തിറക്കിയത്. ബജറ്റ് വിലയിൽ വരുന്ന കുറച്ച് മാരുതി കാറുകളിൽ ഈ ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യമാണ്. മാരുതി സുസുക്കിയുടെ AGS ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വരുന്ന കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപഭോക്താക്കളെ കാത്ത ഒരു സന്തോഷ വാർത്തയാണുള്ളത്. മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് വിവിധ മോഡലുകളിലുടനീളം ഓട്ടോ ഗിയർ ഷിഫ്റ്റ് വേരിയന്റുകൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 ജൂൺ 1 മുതൽ പുതിയ വില പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഓൾട്ടോ കേട്ടൻ, എസ്പ്രസോ, സിലേറിയോ, വാഗനാർ, സ്വിഫ്റ്റ് ഡിസയർ, ബലേനോ, ഫ്രോങ്സ്, ഇഗ്നിസ് എന്നിവയുൾപ്പെടെയുള്ള മോഡലുകളുടെ AGS വേരിയന്റുകൾക്ക് ഇനി 5000 രൂപ കുറച്ച് മുടക്കിയാൽ മതിയാകും. ഈ തീരുമാനത്തിന് പിന്നിലെ കൃത്യമായ കാരണം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും AGS വേരിയന്റുകളുടെ വിൽപ്പന പ്രതീക്ഷിച്ചതിലും കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം വില കുറയ്ക്കാൻ കമ്പനി നിർബന്ധിതരായത്. എക്സ്ചേഞ്ച് ഫയലിംഗിലൂടെയാണ് കമ്പനി തങ്ങളുടെ മോഡലുകളിലുടനീളം AGS വേരിയന്റുകളുടെ വില കുറയ്ക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചിട്ടുള്ളത്. AGS സാങ്കേതിക വിദ്യ കൂടുതൽ പേർക്ക് ആക്സസ് ചെയ്യാനും വില കുറയുന്നതോടെ തങ്ങളുടെ മോഡൽ നിരയിലെ ആകർഷണീയത ഉയർത്താനുമായിട്ടാണ് കമ്പനി കണക്ക് കൂട്ടുന്നത്. ഇത്തരത്തിൽ AGS വേരിയന്റുകൾ കൂടുതൽ താങ്ങാനാകുന്നതാക്കി മാറ്റുന്നതിലൂടെ തങ്ങളുടെ ജനപ്രീതി ഉയർത്താനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളുടെ നേട്ടങ്ങൾ സമന്വയിപ്പിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സാങ്കേതിക വിദ്യയാണ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ്. 2014 മാരുതി സുസുക്കി AGS ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഡ്രൈവറുടെ ഇടപെടലില്ലാതെ ഗിയർ ഷിഫ്റ്റുകളും ക്ലച്ച് കൺട്രോളുകളും ഈ ഒരു ഓട്ടോമാറ്റിക് കാറുകളിൽ ഇലക്ട്രിക്കലി ഓട്ടോമേറ്റഡ് ആണ്. ട്രാൻസ്മിഷൻ ഇലക്ട്രോണിക് കൺട്രോളർ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റലിജൻറ്റ് ഷിഫ്റ്റ് കൺട്രോൾ ആക്യുവേറ്റർ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഉണ്ട്. ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ വിലയിരുത്തി ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റുകൾ ക്രമീകരിക്കാനും അതുവഴി ഡ്രൈവിംഗ് പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഇതിന് സാധിക്കുന്നുണ്ട്. ഈ രണ്ട് ഘടകങ്ങളും കാറിൻ്റെ ട്രാൻസ്മിഷൻ യൂണിറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ഇത് ക്ലച്ചിൻ്റെ സിങ്ക്രണൈസ്ഡ് കൺട്രോളും സുഗമമായ ഗിയർ ഷിഫ്റ്റുകളും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. മെച്ചപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുന്നതിനും വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഇത് AGSന് സഹായമാണ്. കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അതായത് CVT, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അതായത് DCT, ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ അതായത് IMT, ടോർക്ക് കൺവേർട്ടർ എന്നിങ്ങനെ മറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനോടകം തന്നെ ചിലവ് കുറഞ്ഞതാണ് AGS. ഇതിൻ്റെ വില വീണ്ടും കുറയ്ക്കുന്നതിലൂടെ AGS മോഡലുകളിലേക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മാരുതിക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു തീരുമാനം ജൂൺ മാസത്തിലെ മാരുതി സുസുക്കിയുടെ വിൽപ്പനയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ അതായത് FADA പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 മാർച്ച് വരെ മാരുതി സുസുക്കി ഇന്ത്യയുടെ പാസഞ്ചർ വാഹന വിഭാഗത്തിലെ വിപണി വിഹിതം 39.33%. 2023 ഡിസംബറിൽ കമ്പനി കൈവശം വച്ചിരുന്ന 42% വിപണി വിഹിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് കുറവാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാരുതി എക്കാലത്തെയും ഉയർന്ന മൊത്ത വിൽപ്പന രേഖപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര വിൽപ്പനയും കയറ്റുമതിയും ഉൾപ്പെടെ 21,35,000 യൂണിറ്റുകളായിരുന്നു വിൽപ്പന. 2023 സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിൽപ്പനയായ 19,66,000 യൂണിറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ 8.5% വളർച്ച. ഈ സാമ്പത്തിക വർഷം അത് വീണ്ടും ഉയർത്താനാണ് കമ്പനിയുടെ ലക്ഷ്യം.